ഇനിയിപ്പോ ആകാംക്ഷയോടെ നമ്മൾ കാത്തിരിക്കാൻ പോകുന്നത് പാമ്പിനെ കഴിക്കാനാണ്. സ്നേക്ക്. അതിവിടെ എവിടെയും റെഡി ആയിട്ടില്ല, റെഡി ആയിക്കൊണ്ടിരിക്കുന്നുള്ളൂ. ഇതൊരു കടലിന്റെ അടിയിലുണ്ടാവണ ഒരു ഇതെല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട്. എന്താ അത് ശരിക്കും എന്തൊക്കെ ട്രൈ ചെയ്യണം. നമ്മള് ലൈഫിൽ ഒരു വട്ടൊക്കെ ഇതൊക്കെ ട്രൈ ചെയ്യണം. നമ്മളൊന്നും കഴിക്കുന്ന സാധനമൊന്നുമല്ല. പിന്നെ ഇതിപ്പോ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സാധനങ്ങളുമല്ല. പിന്നെ ഹറാമുള്ള കഴിക്കരുത്. അപ്പൊ നമ്മക്ക് ഹറാമാക്കിയിരിക്കണം എന്താണ് ആ സാധനങ്ങൾ നമ്മൾ കഴിക്കരുത്. ഒരു ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. നീരാളി ഇങ്ങനെയുള്ളതൊക്കെ അതിൻ്റെയൊക്കെ ഒരു ലോകമാണിത്. ഇതൊക്കെ എന്തെല്ലാം സാധനങ്ങൾ അള്ളാഹ്ക്ക് അറിയാമെന്നറിയാം. ഓരോരോ കോയിൽമ സാധ്യ ഓരോരോ ചുട്ടത് കരിച്ചത്. ഇവിടെ കുഞ്ഞിപ്പാത്ത് പറയുന്നത് എടുക്കാനാണ്. ഇവിടെ എന്തൊരു സാധനം കണ്ടിരിക്കണോള്. അവള് ബാക്ക് എന്നൊരു വീട് വിളിക്കുന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും കണ്ടിട്ട് വാങ്ങാനായിക്കാരം. അങ്ങനത്തിനാണ് അവള് വിളിക്കുള്ളൂ. സാധാരണ അങ്ങനത്തിനാണ് വിളിക്കല്. ഞാൻ പരമാവധി തിരിഞ്ഞു നോക്കലില്ല. ഞാൻ ഓടലാണ്. വിളി കേട്ടാ ഞാൻ അവിടെ ഓടും. അത് ചങ്ങായി ഇത് നമ്മളെ മമൂസാണ്. ഇത് മമൂസ്. ദിസ് വൺ മമൂസ്. ദിസ് നെയിം ഡംപ്ലിംഗ് ആണ്. ഇത് സ്റ്റീം ചെയ്തിട്ടാണ് ഇത് ഇതാക്കണത്, അതായത് ചെയ്യണത്. അതിൻ്റെ ഉള്ളിൽ ചിക്കൻ ഉണ്ട്. ഡംപ്ലിംഗ്, അതിന്റെ പേര് ഡംപ്ലിംഗ് ആണ്. മമ്മൂസിന്റെ മോഡൽ തന്നെ. ഇത് പറയുന്നത് യേസുവിന് വേണമെന്നാണ്. യേസു കൈ നെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് കുറെ നേരമായിട്ട്. യേസുവിന് വേണമെന്നാണ് ഇത് പറയുന്നത്. പക്ഷെ അവനിക്ക് ഇത് കൊടുക്കാൻ പറ്റൂല. അല്ലെങ്കിൽ ഞാൻ കൊടുത്തിരുന്നു തീർച്ചയായിട്ടും. കാണണ്ടല്ല ലൈഫിൽ ഒരു വട്ടം ഇവിടെ വരേണ്ട സംഭവം. എന്താണ് എന്റെ അഭിപ്രായം? എനിക്ക് ഒന്ന് പറയും. ബ്ലാക്ക് ആണ്. പല കളർ വരുന്നേ. നമ്മളെ കുഞ്ഞിപ്പാത്ത് പറയുന്ന രീതിയിൽ പല കളർ ഉണ്ട്. ഇത് ഞങ്ങളുടെ ഷോമായി എന്ന് പറയും. ഷോമായി ഞങ്ങളുടെ അടിയിലുണ്ട്. ഗൾഫിലുള്ള സാധനങ്ങളൊക്കെ ഇയാളാണ് ഇതിന്റെ ഓണർ. ആ ഞങ്ങളുടെ ടേസ്റ്റാണ്. ഇവിടെ വേറെ നീരാളി എന്തെല്ലാം സ്ട്രീറ്റ് ഫുഡാണ്. കടലുണ്ടാവുന്ന ഒരു കുയ്യാണ്. നീരാളി ജീവനോ